ഹലോ, ഇന്ന് കുറച്ച് പൂക്കളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പൂക്കളെ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കണ്ണിന് വളരെയധികം കുളിർമ നൽകുന്ന ഒരു കാര്യമാണ് പൂക്കൾ. ഞാൻ ചിലപ്പോഴൊക്കെ രാവിലെയോ വൈകുന്നേരമോ സൊസൈറ്റിയിലേക്ക് പാല് കൊണ്ടുപോകുന്നത് ഈ വഴിയാണ്. വളരെ വിജനമായ ഒരു സ്ഥലമാണ്. വിജനമായതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഈ ഭാഗത്തുള്ളൂ. അതുപോലെ തന്നെ വല്ലപ്പോഴും കടന്നു പോകുന്ന ചില യാത്രക്കാരുമുണ്ട്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെയധികം പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ഒത്തിരി മരങ്ങളുണ്ട്, ഒത്തിരി ചെടികളുണ്ട്, പാറി നടക്കുന്ന കിളികളെ കാണാം. അതുപോലെ പൂക്കളിൽ തത്തി കളിക്കുന്ന പൂമ്പാറ്റകളെ കാണാം. കളകള ശബ്ദത്തോടുകൂടെ ഒഴുകിപ്പോകുന്ന ഒരു തോടുണ്ട്, അതിൻ്റെ ഭംഗി ആസ്വദിക്കാം. ഇക്കാരണത്താൽ തന്നെ ചിലപ്പോഴൊക്കെ ഞാൻ ഇവിടെ വളരെയധികം സമയം ചെലവഴിക്കാറുമുണ്ട്. ഇങ്ങനെ ഞാൻ ഇതുവഴി കടന്നു പോകുന്ന അവസരങ്ങളിലെല്ലാം എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു കൂട്ടം പൂക്കളുണ്ട്. ആകാശമല്ല എന്നാണ് ഞാനതിനെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത്. അത് പണ്ട് എനിക്ക് ആകാശമല്ലയായിരുന്നു, ഇന്നും എനിക്ക് ആകാശമല്ലയാണ്, ഇനി എന്നും എനിക്കതെൻ്റെ പ്രിയപ്പെട്ട ആകാശമല്ല തന്നെയാണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിമോ ബൊട്ടാണിക്കൽ നെയിമോ എന്ന് എനിക്ക് തൽക്കാലം ഓർമ്മയില്ല. പണ്ട് പഠിച്ചതാണ്. പക്ഷേ കാലം കടന്നു പോയപ്പോൾ പലതും മറന്നുപോയ കൂട്ടത്തിൽ ഇതും ഞാൻ മറന്നുപോയി. പക്ഷേ എങ്കിലും ഈ പൂക്കളെ കണ്ടപ്പോൾ എൻ്റെ പഴയകാല ഓർമ്മകളൊക്കെ എനിക്ക് ഒത്തിരി ഓർക്കാൻ പറ്റി. അങ്ങനെ എൻ്റെ ബാല്യകാലം എനിക്ക് ഓർക്കാൻ എന്നെ സഹായിച്ച ഈ ആകാശമുല്ല പൂക്കളെ നിങ്ങൾക്കും കാണിച്ചു തരണമെന്ന് എനിക്ക് വല്ലാത്തൊരാഗ്രഹം. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി നിർത്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ പിടിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മിത്രാവിഷൻ 73 എന്ന് പറയുന്ന എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ സുന്ദരികളായ ഈ ആകാശമുല്ല പൂക്കളെന്ന് പറയുന്നത് ഒരു വലിയൊരു മരത്തിൽ ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു വള്ളിച്ചെടിയാണ്. അതിൽ നിറയെ ചെറിയ പൂക്കളാണിവ. ഈ പൂക്കളെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന വേറൊരു കാര്യം, ഈ ലോകത്ത് വലുതെന്നോ ചെറുതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും വളരെയധികം പ്രാധാന്യമുള്ളവരാണെന്നും ഇതിലെല്ലാ വസ്തുക്കളും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്നും ഈ വസ്തുക്കളെല്ലാം നിറഞ്ഞ് വരുമ്പോഴാണ് നമ്മളെല്ലാം താമസിക്കുന്ന ഈ ലോകം ഇത്രയധികം മനോഹരമായതും ഇത്രയധികം പ്രാധാന്യമുള്ളതും എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് ഓരോ പുൽക്കൊടിക്കും അതിൻ്റേതായ വിലയുണ്ട്, ഓരോ മഴത്തുള്ളിക്കും, ഓരോ കൊച്ചു പൂമ്പാറ്റയ്ക്കും, ഓരോ കൊച്ചു പൂവിനും ഈ ലോകത്ത് അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ രംഗം. എന്തായാലും നിങ്ങളിത് കണ്ടു നോക്കുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായവും എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. മിത്രാവിഷൻ 73. ഓക്കെ, നമുക്ക് ഈ പൂക്കളെ കാണാം.